എൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം വലിയൊരു കയറ്റമാണ്. അപ്പം മാരുതിയുടെ വാഹനങ്ങളിലെല്ലാം തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വാഹനങ്ങൾ വാങ്ങാൻ നേരം എപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആണ്, ഓട്ടോമാറ്റിക് വേണോ മാനുവൽ വേണോ. അപ്പം ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതി സുസുക്കിയുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AGS ഓട്ടോ ഗിയർ ഷിഫ്റ്റിനെ പറ്റിയാണ്. അതായത് മാരുതി സുസുക്കിയുടെ സൈഡിൽ നിന്നുള്ള അരീന ഷോറൂമിലുള്ള വാഹനങ്ങളെ പറ്റി അറിയാമല്ലോ. ഇപ്പം മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, CNG ഓപ്ഷൻസ് ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് AGSൻ്റെ അഡ്വാൻറ്റേജസും കുറച്ച് ബെനിഫിറ്റ്സും ഒന്ന് നോക്കാം. ഇപ്പം മാരുതിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 2014 ആദ്യമായിട്ട് AGSനെ അവതരിപ്പിക്കുന്നത്. അപ്പം അന്നൊക്കെ ഒരു 10 കൊല്ലം മുന്നേ ഒക്കെ നോക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ടും പ്രീമിയം കാസിലായിരുന്നു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും സാധാരണക്കാർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് എന്തായാലും ഒരു 10 കൊല്ലം മുന്നേ 2014 AGS ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തൊട്ട് ഇന്ന് വരെ നോക്കുവാണെങ്കിൽ മാരുതിയുടെ സൈഡിൽ നിന്നുള്ള വാഹനങ്ങളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പതുക്കെ ഓട്ടോമാറ്റിക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ നിരത്തിലേക്ക് നോക്കുവാണെങ്കിൽ സിറ്റിയൊക്കെ നല്ല റഷായി തുടങ്ങി. ഇപ്പോൾ ലോങ്ങിലേക്ക് പോകുവാണെങ്കിൽ തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് മാറി മാറി ഉള്ളൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി എല്ലാവരും കുറച്ചുകൂടെ കൺവീനിയൻസിന് വേണ്ടി ഓട്ടോമാറ്റിക് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാനിന്ന് ഓട്ടോമാറ്റിക് അതായത് AGSൻ്റെയും ടോർക്ക് കൺവേർട്ടറിൻ്റെയൊക്കെ കുറച്ച് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. AGSൻ്റെ കുറച്ചധികം ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയുണ്ട്. അപ്പം പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാൾ നല്ലതല്ലേ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു സ്വിഫ്റ്റ് AGS മോഡൽ നമ്മുടെ കൂടെ ഉണ്ട്, പോവാം. അപ്പോൾ ഈ ഒരു AGS ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ഫംഗ്ഷൻ്റെ ആ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഒരു ഇൻ്റലിജൻ്റ് ഒരു ആക്ച്വേറ്റർ ഉണ്ട്. അത് ത്രൂ ആണ്, അതൊരു മൊഡ്യൂളാണ്. അത് ത്രൂ ആണ് സെൻസ് ചെയ്തിട്ട് ഇപ്പോൾ വെഹിക്കിളിൻ്റെ സ്പീഡും ഒരു RPM കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്തിട്ടാണ് വെഹിക്കിളിനെ ഓട്ടോമാറ്റിക്കലി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മാനുവൽ ആണെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. ആ ഒരു സംഭവം എന്തായാലും ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഈ ഒരു സ്വിഫ്റ്റ് ഓടിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വണ്ടിയൊക്കെ ആയിട്ട് ഇപ്പോൾ എൻ്റെ വണ്ടി കുറച്ച് പഴയതാണ്. അതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു AGSന് ചെറിയൊരു ലാഗ് ഉണ്ട് എന്നുള്ളൊരു പൊതുവെ ഒരു അഭിപ്രായം പൊതുവെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ലാഗോ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. അതേപോലെ നമുക്ക് മറ്റ് കാര്യങ്ങൾ ഇപ്പം ഈ ഒരു AGS വന്നുകൊണ്ട് തന്നെയുള്ള മറ്റ് അഡ്വാൻറ്റേജ് കാര്യങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാം. അത് നമുക്ക് വെഹിക്കിളൊന്നും എടുക്കാം അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ഡ്രൈവിലായിട്ടുള്ളത്. ഡ്രൈവിലിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. എപ്പോഴും ന്യൂട്രലാക്കിയിട്ട് വേണം ബ്രേക്ക് ചവിട്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റാർട്ടിങ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഡ്രൈവിലേക്ക് ഇട്ടു, ഹാൻഡ് ബ്രേക്ക് എടുത്തു. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോഴത്തേക്കും പതുക്കെ വണ്ടി മൂവ് ആവുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രീപ്പ് ഫംഗ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇതെന്ന് വെച്ചാൽ നമുക്ക് യൂസ്ഫുൾ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള നല്ല പീക്കായിട്ടുള്ള റഷിൽ ഇപ്പം സിറ്റിയിലൊക്കെ കിടക്കുകയാണെങ്കിൽ ബ്ലോക്കിലൊക്കെ കിടക്കുകയാണ്, അപ്പോൾ അതൊക്കെ മൂവ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും ഈ ഒരു ഫംഗ്ഷൻ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പം ഇത് മാരുതി സൈഡിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നൊരു ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പതുക്കെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവുന്നുണ്ട്, ഗിയർ ഷിഫ്റ്റായി. ഇപ്പോൾ നമുക്കിപ്പം കുറച്ച് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടൊക്കെ ഡ്രൈവ് ചെയ്യേണ്ടവർക്ക് ഒരുപാട് അങ്ങ് റഷായിട്ട് ഇപ്പോൾ ഒരുപാട് അങ്ങ് കാല് കൊടുക്കാതെ ഒരു 2000 RPM താഴെയൊക്കെ നിൽക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അടുത്തത് AGS ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഒരു കിക്ക് ഡൗൺ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, നോർമലി നമ്മൾ മാനുവൽ കാസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഇപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അല്ലേ. ഷിഫ്റ്റ് ചെയ്യുന്ന അതനുസരിച്ചിട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും സാധാരണ നമ്മളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ വണ്ടി തന്നെ ആ ഒരു സ്പീഡിനൊക്കെ അനുസരിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ നമുക്കൊരു ഇപ്പോൾ ഒരു എമർജൻസി ഒരു ഓവർടേക്കിംഗ് വന്നെന്ന് വെച്ചോ, ഓവർടേക്കിംഗ് വന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ പെഡൽ യൂസ് ചെയ്തിട്ട് നമുക്കത് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ 3rd പോകുന്നത്, ഇപ്പോൾ എനിക്ക് ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് കുറച്ചുകൂടെ ഫാസ്റ്റാക്കി കയറി പോകണം. അപ്പം ഒന്ന് ആക്സിലേറ്റർ പെഡൽ കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒന്ന് ഗിയർ ഡൗൺ ചെയ്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിൽ വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഗ്നിസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇഗ്നിസിനെ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് എനിക്കിപ്പം ഈ ഒരു വെഹിക്കിളിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. കാരണം പുതിയ എഞ്ചിനും പുതിയ അപ്ഡേഷനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ ബെറ്ററാക്കി നല്ല രീതിയിലാണ് ഇപ്പോൾ എന്തായാലും AGS ട്രാൻസ്മിഷൻ കിട്ടുന്നത്. അടുത്തൊരു കാര്യം, ഷിഫ്റ്റ് ഓൺ ഫ്ലൈ. അതായത് നമുക്കിപ്പം നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ ഓടിച്ചൊന്ന് മടുത്തു എന്നെങ്കിൽ നമുക്ക് നേരെ മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ നമുക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്കിതുണ്ടോ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ എന്തായാലും മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ സാധാരണ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം
ഈ ലോങ് ഒക്കെ പോയിട്ട് നല്ല മടുത്തൊക്കെ വരുവാണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓടിച്ച് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പതുക്കെ മാനുവലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഓടിക്കാറുള്ളത്. കുറച്ചുകൂടെ രസമാണ്, ഫൺ ടു ഡ്രൈവ്. അതേപോലെ നമ്മളിപ്പം നല്ലൊരു കുത്ത് കയറ്റത്തിലൊക്കെ കയറുന്ന സമയത്ത് വെഹിക്കിൾ തന്നെ ചില സമയങ്ങളിലൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ചെയ്ത് കയറി വരുമ്പോഴത്തേക്കും ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ മാനുവൽ യൂസ് ചെയ്തിട്ട് ഏതാണോ ഗിയർ വേണ്ടത് ആ ഒരു ഗിയർ ലോക്ക് ചെയ്തിട്ട് കയറ്റത്തിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിരിക്കും എന്നാണ് പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ളത് കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ നോക്കിയാൽ എൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം വലിയൊരു കയറ്റമാണ്. അപ്പം മാരുതിയുടെ വാഹനങ്ങളിലെല്ലാം തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ദേ ജസ്റ്റ് ഈ ഒരു കയറ്റത്തിൻ്റെ അവിടെ കൊണ്ട് നല്ല കയറ്റമാണ്, ഇവിടെ കൊണ്ട് വെച്ചു, ബ്രേക്ക് ചവിട്ടി, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുകയാണ്, എടുത്തിട്ടുണ്ട്, ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല. കണ്ടോ, ഒരു 3 to 4 സെക്കൻഡ് എന്തായാലും വെഹിക്കിൾ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് ഇപ്പം അരീന വെഹിക്കിൾസിൻ്റെ ആ ഒരു സെക്ഷൻ നോക്കുവാണെങ്കിൽ കേറ്റണിൽ മാത്രമാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ലാത്ത കേട്ടോ. ബാക്കി എല്ലാ വെഹിക്കിൾസിലും ഈ ഒരു ഫീച്ചറും വന്നിട്ടുണ്ട്. അടുത്ത വെഹിക്കിൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ബ്രസേലുള്ളത്, ബ്രസേലും എർട്ടിഗയിലും ഉള്ള പാഡിൽ ഷിഫ്റ്റ് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്കെല്ലാം ഓൾമോസ്റ്റ് അറിയാവുന്നതായിരിക്കും, പലരും യൂസ് ചെയ്യുന്നതാണ്. സിറ്റി പർപ്പസ് ഒന്നും അല്ലാതെ കുറച്ച് ലോങ്ങിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫൺ ടു ഡ്രൈവിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് എന്തായാലും ഈ ടോപ്പ് ആൻഡ് മോഡൽ അരീനയിലുള്ള ടോപ്പ് ആൻഡ് മോഡൽസ് ആയിട്ടുള്ള എർട്ടിഗയിലും ബ്രസേലുമാണ് പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളത് കേട്ടോ. ഞാനത് വിസ്തീരിച്ച് പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും എന്തായാലും നമുക്ക് മാരുതിയുടെ സൈഡിൽ നിന്ന് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു എർട്ടിഗയിലും അതേപോലെ തന്നെ ബ്രസേലും ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലെ അത്യാവശ്യം കൊള്ളാവുന്ന, അത്യാവശ്യം നല്ല ഒരു ലാഗും ഇല്ലാതെ നമുക്ക് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്മിഷനാണല്ലോ. അപ്പം കുറച്ചുകൂടെ സ്മൂത്താണ്, പിന്നെ കുറച്ചുകൂടെ എഫിഷ്യൻറ്റും ആയിട്ടുള്ള ട്രാൻസ്മിഷനാണ്. അപ്പോൾ അതെന്തായാലും ഈ ഒരു ബ്രസേലും എർട്ടിഗയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മളിപ്പം ഈ ഒരു അരീന ഷോറൂമിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിൻ്റെയും ഡീറ്റെയിൽസ് പറഞ്ഞു. AGSൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ AGS ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് മോഡൽ വന്നപ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജ് ഒക്കെ നമ്മളിപ്പോൾ കറക്റ്റ് ഞാനിപ്പോൾ യൂസ് ചെയ്തപ്പോൾ ആണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം എൻ്റെ കയ്യിലുള്ള പഴയ ഒരു ഇഗ്നിസ് വെച്ചിട്ടാണ് ഞാൻ AGSനെ കമ്പയർ ചെയ്തത്. സോ പുതിയ AGS ഒരു രക്ഷയില്ല, കിടലിനാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.